പത്തിരിപ്പാലയിൽ ദുരിതം പിടിച്ച റോഡ് ക്ലബ്ബ് പ്രവർത്തകരുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും ശ്രമദാനത്തിൽ ഗതാഗത യോഗ്യമാക്കി. പത്തിരിപ്പാല അതിർക്കാട് റോഡാണ് കൈപ്പയിൽ ഈഗിൾസ് ക്രിക്കറ്റ് ക്ലബ്ബും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് ക്വാറി വേസ്റ്റ് ഇട്ട് ഗതാഗത യോഗ്യമാക്കിയത്. മണ്ണൂർ പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ സ്ഥിരമായ പൈപ്പ് പൊട്ടലും വെള്ളം കെട്ടിക്കിടക്കലുമാണ് റോഡ് തകർച്ചയ്ക്ക് പ്രധാന കാരണമെന്ന് ഓട്ടോ ഡ്രൈവർമാർ പരാതിപ്പെട്ടു. ഇപ്പോൾ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം കൊണ്ട് 3-4 ലേഡീസ് സ്കൂട്ടറിൽ വീണു. അവർക്ക് പരിക്ക് പറ്റി. അവർ ആരോട് കുറ്റം പറയാം, ആരെയും പറയുന്നത്. ഇത് പഞ്ചായത്തിനോട് ഞങ്ങൾ പഞ്ചായത്തിൽ ഒരുപാട് പരാതി കൊടുത്തു. പക്ഷെ ഒന്നും ഫലം കാണുന്നില്ല. അവർ പറയുമ്പോൾ പൈപ്പ് ഇട്ടതിന് ശേഷം ഞങ്ങൾക്ക് റോഡ് പണി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് താൽക്കാലികമായി റോഡ് സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് ഞങ്ങൾ കുറേ അപേക്ഷിച്ചു. അതിനടുത്ത് അവർ ചെയ്യില്ല. അവർ പറയും അപ്പോൾ വാട്ടർ അതോറിറ്റിയാണ് ഇത് ചെയ്തു തരേണ്ടത് എന്ന് പറയും. വാട്ടർ അതോറിറ്റിക്കാരുടെ അടുത്ത് ചോദിച്ചാൽ പറയും അത് ഞങ്ങൾ വർക്ക് കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. ഈ വർക്ക് കഴിയാൻ ഇനി 2 കൊല്ലം പിടിക്കുന്ന പറയുന്നത് വർക്ക് കഴിയാൻ. 3 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന റോഡായതിനാൽ സദനം അതിർക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഒരു പഞ്ചായത്തും നടപടി എടുക്കുന്നില്ല. പലതവണ ലക്കിടി പേരൂർ പഞ്ചായത്തിന് പരാതി നൽകിയെങ്കിലും വർഷങ്ങളായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പത്തിരിപ്പാലയിൽ നിന്നും ഭാരതപ്പുഴയ്ക്കുള്ള 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് പാടെ തകർന്നു. മഴക്കാലമായതോടെ മുട്ടോളം വെള്ളം കെട്ടിയതോടെ കുഴികൾ കാണാനാകുന്നില്ല. നിരവധി ഇരുചക്രവാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു. പലർക്കും നിസ്സാര പരിക്ക് പറ്റിയിരുന്നു. ചുരുക്കത്തിൽ റോഡിന് നാഥനില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് താൽക്കാലികമായെങ്കിലും ഇടപെട്ട് തകർച്ചയ്ക്ക് പരിഹാരമാക്കിയത്. വലിയ കുഴികളിൽ കോറി വേസ്റ്റിട്ട് JCB ഉപയോഗിച്ച് ഗതാഗത യോഗ്യമാക്കുകയായിരുന്നു. ഈ വഴി ബസ് സർവീസ് ഇല്ലാത്തതിനാൽ ഓട്ടോറിക്ഷകളാണ് ശരണം. ആശുപത്രി, സ്കൂൾ, TTC, ക്ഷേത്രം തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളും ഇവിടെയാണ്. ഭീകരമായ കുഴിയും വെള്ളക്കെട്ടും താണ്ടി വേണം കടന്നുപോകാൻ. നിരവധി സ്കൂൾ വാഹനങ്ങളും ഈ വഴി പോകുന്നുണ്ട്. കൈപ്പയിൽ ക്ഷേത്രം പ്രസിഡന്റ് P. ശശികുമാർ, ഈഗിൾസ് ക്ലബ്ബ് ഭാരവാഹികളായ V. രമേശ്, C. ശ്രീജിത്ത്, B. വിരുപാൽ, ഇന്ദിര വല്ലീശ്വരൻ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ PV അനിൽ, P. നൌഷാദ്, KG പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി. അധികാരികൾക്ക് ഒരുപാട് പരാതികൾ കൊടുത്തു. പഞ്ചായത്തിനും എല്ലാവർക്കും കൊടുത്തു. പക്ഷെ ഇതുവരെയും ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇപ്പൊ കേന്ദ്രത്തില് ഈ ജലജീവൻ ജോലിയിൽ തന്നെ ഇനി 2 വർഷം എടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് എത്ര റോഡ് നേരാക്കുള്ളൂ എന്ന് പറയുന്നു. ഇത് ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ഇവിടെ ഹോസ്പിറ്റലുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, അതുപോലെ സ്കൂളുണ്ട്, TTA ഉണ്ട്, കോളേജ് ഉണ്ട്. ഇത് പെരിങ്ങോട്ടൂരിലേക്ക് പോകാനുള്ളൊരു എളുപ്പ വഴി കൂടിയാണ് ഈ റോഡ്. ഇതിന്റെ അവസ്ഥ എങ്ങനെയായാൽ നാട്ടുകാർക്ക് മുഴുവൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇത് ഓട്ടോ ഡ്രൈവേഴ്സിന്റെ കൂട്ടായ്മ, അതുപോലെ ഈഗിൾ കൈഫയില് ക്രിക്കറ്റ് കളിക്കുന്ന ഈഗിൾ ക്ലബ്ബുകാര്, അതുപോലെ നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ശ്രമദാനമായിട്ട് ചെയ്യണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.